നിലമ്പൂരിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായില്ലേ? ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? നേരത്തെ മുൻധാരണ പ്രകാരം ഡീലാണ്. അവസാന മണിക്കൂറിൽ UDF സ്പോൺസർ ചെയ്തു കൊടുത്ത BJP സ്ഥാനാർത്ഥി വന്ന് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സാലെ ഈ നാട്ടിലെ സകലമാന വിഷപ്പാമ്പുകളും ഒരുമിച്ചു എന്ന യാഥാർത്ഥ്യം. ചിലപ്പോൾ ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറിച്ച് കുത്താനുമുള്ള ചില സാധ്യതകൾ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തവരുണ്ട് എന്നെനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഷൗക്കത്തിന് വോട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ ഇതാണ് കാര്യങ്ങൾ കാണുന്നത്. ഈ നാട്ടിലെ സകല വർഗീയ മുന്നണികൾക്കും ഇപ്പോൾ ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. അവർക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് വയലിൽ കോലം നിർത്തിയിരിക്കും പോലെ കോൺഗ്രസിനെ മുന്നിൽ നിർത്തി അതിൻ്റെ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് RSS ആണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്, മൗദൂദികളാണ്, പേരിന് ലീഗും കൂടിയുണ്ട്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള മതേതര നിലപാടുകൾ RSSകാർ പറയുന്നത് സുഡാപ്പി വിജയൻ എന്നാണ്. സുഡാപ്പികളും മൗദൂദികളും പറയുന്നത് സംഘി വിജയൻ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടു പേർക്കും പ്രശ്നമുണ്ട്. പരസ്യമായിട്ട് അവർ അത് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും രഹസ്യമായിട്ട് അവരെല്ലാം ഒന്നാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് പരസ്പര ശത്രുക്കളാണെന്ന് തോന്നിപ്പിക്കും വിധം അവരുടേതായ മാധ്യമങ്ങളിലൂടെ എഴുതി പിടിപ്പിക്കുന്ന പച്ച നുണകൾക്കപ്പുറം ഇവർ പരസ്പര പൂരകങ്ങളായി ഇടതുപക്ഷത്തിനെ തറ പറ്റിക്കാൻ ഒരുമിച്ചിരിക്കുകയാണ്. അത് ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. നിലമ്പൂരിൽ സംഘപരിവാറിനും ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളത്. അതിന് കോൺഗ്രസിലെ ഏത് മടൽ ജയിച്ചാലും അവർക്ക് വിഷയമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്കുള്ള വോട്ടുകൾ കൂടി കോൺഗ്രസിന് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പാലക്കാട് BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ തറപറ്റിക്കാൻ വേണ്ടി ഇതുപോലെ അവർ പരസ്പരം കൈകോർത്തു. ആ കൈകോർത്തതിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നിലമ്പൂരിൽ അരങ്ങേറാൻ പോകുന്നതെന്ന് ഈ പ്രതികരണം കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറിച്ച് കുത്താനുമുള്ള ചില സാധ്യതകൾ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തവരുണ്ട് എന്നെനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഷൗക്കത്തിന് വോട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ ഇതാണ് കാര്യങ്ങൾ കാണുന്നത്.